ഹലോ, ഇന്നിപ്പോൾ എന്താ കുറേ ബുക്കൊക്കെ ആയിട്ട് നല്ലേ. ഇന്ന് എൻ്റെ ബുക്ക് റീഡിങ് റിയാലിറ്റി നോക്കാം. ഓക്കെ, അപ്പോൾ ഓഫീസ് വിട്ട് വന്നിട്ടുള്ളൂ. റീഡിങ്ങിനെ കുറിച്ച് കുറച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം ഇന്നലെ നമ്മൾ ജേർണലിംഗ് ചെയ്തില്ലേ, അതുപോലെ തന്നെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് റീഡിംഗ് എന്ന് പറയുന്നത്. പക്ഷേ കുറേ ബുക്കുകൾ ഞാനിങ്ങനെ വാങ്ങിച്ചു വെക്കും, പക്ഷെ ഞാൻ വായിക്കത്തില്ല കുറേ. അപ്പോൾ എനിക്ക് പറ്റിയൊരു അബദ്ധം അല്ലെങ്കിൽ എനിക്ക് അറിവില്ലായ്മ, എൻ്റെ ഒരു അറിവില്ലായ്മ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒന്നുമില്ല, പണ്ട് നമ്മൾ ഈ ബാലരമ, ബാലഭൂമി, കളിക്കൂടുകാരൊക്കെ വായിച്ചിട്ടാണല്ലോ വളരെ. പിന്നെ അതുപോലെ തന്നെ ചെറുപ്പത്തിൽ എൻ്റെ വീടിൻ്റെ അടുത്ത് വായനശാലൊക്കെ ഉണ്ടായിരുന്നു. അവിടെ പോയിട്ട് നമ്മൾ ബുക്ക് എടുത്തുകൊണ്ട് വന്നിട്ട് അത് അങ്ങനെ വായിക്കും. അങ്ങനെയൊക്കെയാണ് ഒരു പ്രായം വരെ ചിത്രം. കുറച്ച് നിന്നു. പിന്നെ അത് കഴിഞ്ഞ് കുറച്ചുകൂടി കഴിഞ്ഞ സമയത്ത് ഞാൻ ബുക്കൊക്കെ വീണ്ടും വായിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. ഇംഗ്ലീഷ് ബുക്ക് സ്റ്റാർട്ട് ചെയ്തത് ചേതൻ ഭഗത്തിന്റെ ആയിരുന്നു. പുള്ളിക്കാരൻ്റെ ലാംഗ്വേജ് കുറച്ചുകൂടി ഈസി ആണല്ലോ വായിക്കാൻ. അപ്പോൾ അതാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കറിയാം ഞാൻ ബേസിക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ എന്നുള്ളത്. പക്ഷെ അതൊക്കെ വായിച്ചു തുടങ്ങിയപ്പോഴേക്കും ഞാൻ എന്തോ വലിയ സംഭവമാണ് എനിക്ക് തന്നെ ഒരു തോന്നൽ. എന്നിട്ട് എനിക്കപ്പോൾ വേണമെങ്കിൽ ബേസിക് ആയിട്ടുള്ള മലയാളം നോവൽസ് ഓർഡർ ആക്കായിരുന്നു, അങ്ങനത്തെ ഓർഡർ ആക്കായിരുന്നു. ഇല്ല, ഞാൻ ഷോന് വേണ്ടിയിട്ട് ഞാൻ വലിയ എനിക്ക് എടുത്താൽ പൊങ്ങാൻ പറ്റാത്ത കുറേ ഇംഗ്ലീഷ് ബുക്കുകളൊക്കെ ഞാൻ അങ്ങോട്ട് ഓർഡർ ആക്കി. കയ്യിൽ വന്ന സമയത്താണ് റിയാലിറ്റി മനസ്സിലാക്കുന്നത്. മനസ്സിലായോ വെച്ച് കഴിഞ്ഞാൽ മനസ്സിലായില്ലേ ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലായി. അങ്ങനെ ഒരു കറക്റ്റ് ഒരു സാധനം കംപ്ലീറ്റ് അങ്ങോട്ട് കിട്ടാത്ത പോലെ. ആക്ച്വലി എനിക്ക് ഇഷ്ടമാണ് വായിക്കാൻ. പക്ഷേ ഞാൻ ചെയ്തൊരു മിസ്റ്റേക്കാണ് പറയുന്നത്. വലിയ ബുക്കുകളൊക്കെ അങ്ങോട്ട് ഓർഡർ ആക്കി വെക്കാൻ തുടങ്ങി. എന്നിട്ട് ഞാനിത് വായിക്കുന്നുണ്ടോ ഇല്ലേ. ഞാൻ ഈ അടുത്തെങ്ങാണ്ടാണ് അതൊക്കെ ഞാൻ ആ റിയാലിറ്റി അക്സെപ്റ്റ് ആക്കുന്നത്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോഫിന് വേണ്ടിയിട്ടായിരുന്നു. ആൾക്കാരൊക്കെ പറയുന്ന സമയത്ത് ഞാൻ ഈ ബുക്ക് വായിക്കുന്നത്, ഞാൻ ആ ബുക്ക് വായിച്ചിട്ടുണ്ട്, അടിപൊളിയാണ്, അങ്ങനെ പറയുന്നത് ഷോഫിനായിരുന്നു. ഞാൻ മനസ്സിലാക്കി അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ ഞാൻ ചോദിച്ചാൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ ഗൈസ്, ഇന്ന് ഐ തിങ്ക് ഡേ 4 ആണ് തോന്നുന്നു. ഡേ 4 ആണ് ലേണിംഗ് സീരീസിൽ. അപ്പോൾ റീഡിങ് നല്ലതാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ ഫോൺ സ്ക്രോൾ ചെയ്യുന്ന കാര്യം പറഞ്ഞ സമയത്ത് ജേർണലിംഗ് ചെയ്യാൻ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ റീഡിങ്ങും ചെയ്യൂ. ഞാനും ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നാളെ കാണാം. ശരി, ബൈ.